ഞാനാണ് മണിയെ കലാഭവനിൽ കൊണ്ടുചെല്ലുന്നത്. മാപ്രാണം എന്ന സ്ഥലത്ത്, ഇഞ്ഞാളക്കടയ്ക്കും തൃശ്ശൂരിനിടയ്ക്കുള്ള മാപ്രാണം എന്ന സ്ഥലത്ത് ഞാനൊരു പരിപാടി വിളിച്ച് എൻ്റെ സുഹൃത്തുക്കളായ മധുവും അജയഘോഷും എന്നെ വിളിച്ചു. ഞാൻ പരിപാടി ചെയ്യുന്നപ്പോൾ ഒരു കൊച്ചു പയ്യൻ കളിക്കുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം പരിപാടി നടക്കാൻ മുമ്പ് പറഞ്ഞു, പിറ്റേട്ട ഇന്ന് 2 പേര് കളിക്കുന്നുണ്ട്. ഒരാൾ മാളരവിന്ദൻ്റെ അഭിനയം, മണിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട മണിയായിരുന്നു. എന്നോട് പറഞ്ഞു, ലോകത്തിൽ തന്നെ വലിയ ഡ്രമ്മറായ ജോബായിട്ടും പറഞ്ഞു, പീച്ചറേവനെ കയറ്റാൻ പടിയുണ്ടോ? അത് നോക്കട്ടെ. എന്നിട്ട് അവൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, മോനെ നിനക്ക് എന്ത് കിട്ടി? 50 രൂപ. അയ്യോ, 50 രൂപ കിട്ടിയുള്ളൂ. അതെ. നിനക്ക് പരിപാടി ഉണ്ടോ? വല്ലേപ്പോഴും ഒരു പരിപാടി. നിനക്ക് ഉയർന്നു പോകാൻ ആഗ്രഹമുണ്ടോ? ഉയർന്നു പോകാൻ ആർക്കും ആഗ്രഹമില്ലാത്ത ചേട്ടാ. എന്നാൽ നീ പോ, കലാഭവനിലേക്ക് പോ, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. കലാഭവനിൽ നിന്നപ്പോൾ ഇവൻ കളിക്കുമ്പോൾ അവൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി യോഗ്യതയില്ലാത്തവരെല്ലാം പേടിച്ചു പോയി. അവരവരുടെ ജോലി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, മണിയെക്കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, അവൻ കളിക്കട്ടെ. അച്ഛനോട് അച്ഛൻ പറഞ്ഞു, അവൻ കളിക്കട്ടെ, അവൻ എൻ്റെ മോനാ. അങ്ങനെയാണ് മണി കലാഭവനിലെത്തി. കലാഭവനിൽ ആദ്യമായിട്ട് കളിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയില്ല, ഒരു സർക്കസുകാരൻ്റെ വീട്ടിൽ. അവൻ കളിച്ചപ്പോൾ സർക്കസുകാരൻ്റെ വീട്ടുകാർ അവിടെ ജമനി ശിവാജി ഗണേശനും പ്രഭു ഉണ്ടായിരുന്നു. അവൻ മട്ടുപ്പാവിലിരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, മണിയുടെ കളി മതി, ഗാനമേള വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഗാനമേളക്കാരുടെയും മന്ത്രിക്കാരുടെയും എനിക്ക് ചീത്ത. താൻ ഞങ്ങളുടെ പണി കളഞ്ഞു, ഭാര്യയും കുട്ടികളായിട്ട് ജീവിക്കുന്നത് നടത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാക്കില്ല. 2ാമത്തെ കളിയായപ്പോൾ അച്ഛനെ മ്യൂണിസിപ്പാലിറ്റിയിൽ കയറ്റി. മ്യൂണിസിപ്പാലിറ്റിയിൽ 2 മാസം കഴിഞ്ഞപ്പോൾ അവനെ ട്രൂപ്പ് ലീഡറാക്കി. കലാഭവൻ മ്യൂണിസിപ്പാലിറ്റി എന്ന് മണ്ണീസ് പരേഡായി. വർഷങ്ങൾക്കുള്ളിൽ 10 കയറി. അപ്പം തന്നെ എൻ്റെ സുഹൃത്തായ സിംഗനും മണിയും കൂടി ഓർഡർ സെറ്റിൽ ചെല്ലും. എന്നിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കും. ആദ്യം കളിച്ച പടം ക്യാപ്റ്റൻ പ്രഭാകരനാണ്. ക്യാപ്റ്റൻ പ്രഭാകരനിൽ ചെറിയൊരു റോള് തുടങ്ങുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് സമുദായം എന്ന പടത്തിൽ അതിൽ 500 കിട്ടിയെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ നല്ലത് എൻ്റെ അഭിനയം നാടകീയമാണെന്ന് പറഞ്ഞു, അത് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അക്ഷരം എന്ന പടത്തിൽ സുരേഷ് ഗോപിയുടെ കൂടെ ഒരു ഓട്ടോക്കാരനായിട്ട് അഭിനയിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെടും. അതിന് ഫോളോ ചെയ്ത് മണിയെ അങ്ങനെ ഫോളോ ചെയ്തു. അവൻ അവസാനമായിട്ട് അവനെ കാണുന്നത് എൻ്റെ വീണ്ടും മുമ്പിൽ വെച്ചിട്ടാണ്. അവൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് 4 ഹിന്ദി പടം എടുക്കണോ? വേണ്ട, ഇപ്പം എടുക്കാം, നീ നന്നാവട്ടെ. ഞാൻ എടുക്കും, എടുത്തും ധൈര്യം ഉണ്ടെങ്കിൽ എടുത്തോ. പിന്നെ കേൾക്കുന്ന അവന് വയ്യാന്നുള്ള. ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ഞാൻ കഴിയില്ല. അതാണ് കലാഭവൻ മണി. കലാഭവൻ മണി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ എൻ്റെ കൊച്ചപ്പേട്ടൻ പറയും, എന്നോട് പറയേ, അവൻ തനി തങ്കമാണ്. അതുപോലെ തന്നെ നെടുമുണ്ടി വീണു, അത് തങ്ക. ഒടുവിനുട്ട അത് തങ്ക. മമ്മൂട്ടി മോഹൻലാൽ അത് തങ്ക. മറ്റൊരു കാര്യമില്ല. അങ്ങനെ മണിയെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ, അവൻ നല്ലൊരു അയൽക്കാരനായിരുന്നു. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനായിരുന്നു. ഇത്രയും എനിക്ക് പറയാം. മണി നല്ലവനായിരുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.